നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടുക. എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പതിവ് പോലെ 2025 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ച ദിവസവും കുറെ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. 2025 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് കർക്കിടക മാസം 24-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 18-ാം തീയതിയാണ്. ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:18. അസ്തമയ സമയം വൈകുന്നേരം 6:37. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി പൂർണിമ തിഥിയാണ്. പൂർണിമ തിഥി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1:29 വരെ ഉണ്ടായിരിക്കും. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 5:40 വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എന്നിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ തിരുവോണ നക്ഷത്രം ഉള്ളൂ. 2:25 കൊണ്ട് തിരുവോണ നക്ഷത്രം അവസാനിക്കും. പിന്നീട് അവിട്ട നക്ഷത്രം ആരംഭിക്കുകയാണ്. അവിട്ട നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 അവിട്ട നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമാണ്. അപ്പോൾ മകരക്കുറിൽപ്പെട്ട അവിട്ട നക്ഷത്ര സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ ഞായറാഴ്ച പുലർച്ചെ 2:25 അഥവാ 2:25 AM എന്ന് പറയുന്ന സമയം വരെയായിരിക്കും മകരക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദ സമയം. ഞായറാഴ്ച 2:25 AM മുതൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 വരെയുള്ള സമയം കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദ സമയമാണെന്നുള്ളതും അറിഞ്ഞു വെക്കുക. അപ്പോൾ ഈ തിരുവോണ നക്ഷത്രപ്രകാരവും ഔട്ട നക്ഷത്രപ്രകാരവുമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളായിരിക്കും 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ശനിയാഴ്ച ദിവസം വന്നു ചേരുക. അപ്പോൾ അത് ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ തിരുവോണ നക്ഷത്രം ഉണ്ടല്ലോ. അപ്പോൾ തിരുവോണ നക്ഷത്ര പ്രകാരം മൂലം, അനിഴം, അത്തം, ചിത്തിര, കാർത്തിക, രോഹിണി, ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ തിരുവോണ നക്ഷത്ര പ്രകാരമാണ്. തിരുവോണ നക്ഷത്രം ഇവർക്ക് അനുകൂലമാകുന്നത് കൊണ്ട് ആ സമയം വരെ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ തിരുവോണ നക്ഷത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാല്, പൂരാടം, തൃക്കേട്ട, വിശാഖം, ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാല് ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ടെൻഷൻ അടിക്കാനുള്ള സാധ്യതയെങ്കിലും ഏറ്റവും കുറഞ്ഞ വർഷം വന്നു തരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നു. അപ്പോൾ അനുഭവങ്ങൾ മാറും. നക്ഷത്രം മാറുമ്പോൾ ഈ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെ നേട്ടങ്ങൾ വന്നു ചേർന്നവർക്ക് പിന്നെ ആ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ പ്രതികൂലവും വന്നു ചേരണമെന്നില്ല. സുഖദുഃഖ സമ്മിശ്രമായ അല്ല സാധാരണ ജീവിതത്തിലേക്ക് അവർ കടന്നു പോകും. എന്നാൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ ഔട്ട നക്ഷത്രം അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാരെ കുറിച്ചും അറിഞ്ഞുകൊള്ളുക. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി എന്നീ നാളുകാർക്ക്
ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ധനനേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയും ഒക്കെ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 വരെ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരും ഉണ്ട്. അതും പറഞ്ഞുതരാം. ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം, അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്കും അപ്പോൾ അവർക്കും അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാൽ നാളുകാർക്ക് ഞായറാഴ്ച പുലർച്ചെ 2:25 വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാം. അപ്പോൾ ഈ നാളുകാരൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച രാവിലെ 7:48 മുതൽ 9:18 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 1:48 മുതൽ 5:18 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 9 ഏതൊരു മാസം 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. പരിഹാരമായിട്ട് നീല, ചുവപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം ആവശ്യപ്പെടുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവർ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ഈ ശനിയാഴ്ച ദിവസം 2025 ഓഗസ്റ്റ് മാസം 9 ശനിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് മാത്രമാണ്. അപ്പോൾ ആ തീയതികളിൽ ജനിച്ചവർ എന്താണ് ചെയ്യേണ്ടത്? നീല, ചുവപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത്. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസം 2 നക്ഷത്രം വരുന്നുണ്ടല്ലോ. ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:25 വരെ തിരുവോണ നക്ഷത്രമുണ്ട്. ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:25 വരെ തിരുവോണ നക്ഷത്രമുണ്ട്. അപ്പോൾ തിരുവോണ നക്ഷത്രത്തിന്റെ അനുകൂലം കൊണ്ട് ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. പുണർദം, മകം, അത്തം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, മൂലം, തിരുവോണം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. പുണർദം, മകം, അത്തം, വിശാഖം, ഉത്രാടം, പൂരുരുട്ടാതി, അശ്വതി, രോഹിണി, മൂലം, തിരുവോണം എന്നീ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:25 വരെ ധനനേട്ടം പ്രതീക്ഷിക്കാം. 2:25 മുതൽ ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുന്ന നാളുകാർ തിരുവോണം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 2:25 മുതൽ ധനനേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തെ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.